എതിരെയുള്ള നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അറിയിക്കാനാണ്. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വാർഡിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളതും PCCയുടെ പ്രസിഡന്റായിട്ട് ഷൈജു ചേട്ടനാണ്. അദ്ദേഹത്തിന് എല്ലാവരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് KP അയ്യപ്പൻ ചേട്ടനെയും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആന്റണി പാലാട്ടിയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റ്, അതുപോലെ പഞ്ചായത്ത് മെമ്പർമാര്, ബാക്കി എല്ലാ അംഗങ്ങൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയപ്പെട്ട ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടകൻ പ്രിയങ്കരനായ DCCയുടെ ജനറൽ സെക്രട്ടറിയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീ ഷൈജോ പറമ്പി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക ശശികുമാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ KP അയ്യപ്പൻ, വാർഡ് മെമ്പർമാരായ ശ്രീ ജിജോ ചേട്ടൻ, മേരി പൈലി, റോസി പോൾ കപ്പിത്താൻ, പ്രിയപ്പെട്ട മുൻ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ഡെമിസ് വാഴക്കാല, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിമാരായ ശ്രീ ജിജോ മണിയൻകുടി, നിതിൻ ജോണി, പ്രിയപ്പെട്ട ടിറ്റോ, മനു, യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങൾക്കും സജീവമായി പ്രവർത്തിക്കുന്ന ഞങ്ങളോടൊപ്പം പ്രിയപ്പെട്ട നൈജുവേട്ടൻ, സുനിലേട്ടൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യത്തിന്റെ ശക്തി എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം തന്നെയായിരുന്നു. ആ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരൻ അവന്റെ മൗലിക അവകാശമായ ഒരു വോട്ട് രേഖപ്പെടുത്തുന്ന പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി ഒരു പൗരന് 100ഓളം വോട്ടിലധികം എന്ന രീതിയിലേക്ക് ഒരു ഒറ്റ മുറിയിലുള്ള വീട്ടിൽ പോലും 130 വോട്ട് വ്യാജം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് അധികാരമെന്ന സ്വപ്നം മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഈ BJP സർക്കാർ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഇലക്ഷൻ കമ്മീഷനെ വരെ കയ്യിലെടുത്തുകൊണ്ട് വ്യാജ വോട്ടുകൾ വ്യാപകമായി ചേർത്ത് അധികാരത്തിൽ എത്തുക എന്ന നീച പ്രവൃത്തിയുമായാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു ഇന്ത്യൻ പൗരന്റെ കടമ എന്നുള്ളത് ഇത്തരം വ്യാജ പ്രവർത്തികൾ, കൊടും ക്രൂരമായ ഇത്തരം വ്യാജ പ്രവർത്തികൾക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളത് തന്നെയാണ്. ആയതിനാലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് 140 നിയോജകമണ്ഡല കീഴിൽ വരുന്ന എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ 5 ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിലേക്ക് വീണ്ടും എത്തിക്കുന്നത്. ഈ പ്രതിഷേധ സംഗമത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സമര യോദ്ധാക്കളെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ സമരപരിപാടിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട KP അയ്യപ്പൻ ക്ഷണിച്ചോളൂ. ആന്റണി പാലാട്ടി, ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്ന DCC ജനറൽ സെക്രട്ടറി ശ്രീ ഷൈജോ പറമ്പി, ബഹുമാനിയായ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ലതിക ശശികുമാർ, പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ശ്രീമതി മേരി പൈലി, ശ്രീമതി റോസി പോള്, ശ്രീ ജിജോ പോള്, യൂത്ത് നേതാക്കന്മാർ, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം നൈജോ ഒപ്പാട് അടക്കമുള്ള പ്രിയമുള്ള മണ്ഡലം കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഡെമിസ് വാഴക്കാലടക്കമുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ജനാധിപത്യവും അതുപോലെ തന്നെ മതേതരത്വവും സ്വാതന്ത്ര്യവും സോഷ്യലിസവും കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഈ രാജ്യത്തിൻ്റെ 4 പില്ലറുകളാണ് ഈ പറഞ്ഞ 4: സോഷ്യലിസവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും. ഇതിൽ നമുക്കറിയാം, സ്വാതന്ത്ര്യം എന്ന പദം നമ്മൾ അർത്ഥമാക്കുമ്പോൾ ഇവിടെ മതേതരത്വത്തെ കടക്കിൽ കത്തിവെച്ചുകൊണ്ട് മറ്റുള്ള മതങ്ങൾക്ക് പ്രവർത്തിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം, അവിടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. സോഷ്യലിസം എന്ന് പറയുന്നത് നമുക്ക് സമഭാവന എന്നുള്ള ഒരു ആശയമാണ് സോഷ്യലിസം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെയും സാമ്പത്തിക അടിസ്ഥാനത്താണെങ്കിൽ പോലും ജാതീയമായിട്ടാണെങ്കിൽ പോലും സോഷ്യലിസ്റ്റ് ചിന്താഗതിയും സോഷ്യലിസ്റ്റ് മനോഭാവവും നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതിനെല്ലാം ആകത്തുകയായിട്ടുള്ള പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നമുക്ക് സംവദിക്കാനും അതുപോലെ തന്നെ നമ്മൾ സ്വതന്ത്രമായി ഇറങ്ങി നടക്കുവാനും പല സംഘടനയിൽ പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഈ 4 അടിസ്ഥാനപരമായ സംഖ്യകളെയും തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായി നമ്മുടെ ഭാരത സർക്കാർ, നമ്മുടെ BJP അല്ലെങ്കിൽ NDA സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം ശക്തിയുക്തം എതിർക്കേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും തുണക്കൊട്ടന്മാർക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കറുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ളൊരു സമരം രൂപീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ സമരം ശക്തമാക്കേണ്ടതുണ്ട്. വരും കാലങ്ങളിൽ നമുക്കറിയാം, രാഹുൽ ഗാന്ധി നമുക്കറിയാം 7 അടി പൊക്കത്തോളം വരുന്ന വോട്ടർ പട്ടിക പരിശോധിച്ചു 6 മാസക്കാലം 40ഓളം വരുന്ന സ്റ്റാഫ് അംഗങ്ങളെ വിളിച്ചിരുത്തി അദ്ദേഹം വളരെ സുതാര്യമായി വളരെ സുദൃഢമായി പരിശോധിച്ച അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വളരെ വിശദമായി പഠിച്ച് പത്രമാധ്യമങ്ങളിൽ വളരെ തെളിമയോടെ തന്നെ അത് അവതരിപ്പിക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ TV യിലും അതുപോലെ തന്നെ വാട്സാപ്പ് സന്ദേശങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ അതിൻ്റെ ഒക്കെ ആകെ തുക
ഇവിടെ ജനാധിപത്യം ധ്വംസിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെ ജനാധിപത്യം ഇല്ലാതാക്കപ്പെടുന്നു, അതിനെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന നിലയ്ക്ക് അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അത് കാത്തു സൂക്ഷിക്കുവാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംവിധാന നിലയ്ക്ക് നമ്മൾ എന്നും പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള എനിക്ക് പറയാനുള്ളത്. ഈ സമരം ഒരു മാതൃകാപരമായ സമരമാണ്. മറ്റുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ മാതൃകാപരമായി ഈ സമരം നോക്കിക്കണ്ടുകൊണ്ട് ഇനിയുള്ള സമരമാർഗ്ഗങ്ങളിലൊക്കെ നമുക്ക് ശക്തിയുക്തം നിരക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ ഇനി നമ്മൾ നാളെ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള തലങ്ങളിലുള്ള പല ഘട്ടങ്ങളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് DCCയും അതുപോലെ KPCCയും നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സമരങ്ങളിലെല്ലാം സജീവമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ട് നമ്മളെ വിജയിപ്പിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആന്റണി പാലാട്ടി, ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമമാതാവ് ബഹുമാനിയായ ശ്രീമതി ലതിക ശശികുമാർ, കറുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഏറ്റവും ബഹുമാനിയായ ശ്രീ KP അയ്യപ്പൻ, ബ്ലോക്ക് സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ നൈജു ഔപ്പാടൻ, ശ്രീ ജിജോ പോൾ, ശ്രീ സുനിൽ, ശ്രീ പ്രിൻസ്, ടെൽജോ, ബഹുമാനിയായ റോസി പോൾ, അതുപോലെ തന്നെ മേരി പൈലി, ഡൈമീസ്, മറ്റു സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, പ്രിയമുള്ളവരെ, ശ്രീ മഞ്ഞളി അടക്കം, ജോസ് പോൾ അടക്കമുള്ള പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചൊരു പ്രധാന പ്രവർത്തനത്തിനാണ് ഒരു പക്ഷേ ഈ ജനശ്രദ്ധ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന തലത്തിലും അതുപോലെ നിയോജകമണ്ഡല അടിസ്ഥാനത്തിലും മണ്ഡല അടിസ്ഥാനത്തിലും ബഹുമാനപ്പെട്ട ശ്രീ ആന്റണി പാലാട്ടിയുടെ അധ്യക്ഷതയിൽ ഇന്ന് നടത്തുന്ന കത്തയക്കുന്ന സമരമാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിൻ്റെ ബേസിക് സാധനം എന്ന് പറയുന്നത് ജനത്തിന് വോട്ട് ചെയ്യാനുള്ള അവകാശം അത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ സ്ഥാപിക്കുന്ന പ്രവർത്തനത്തിൽ പോലും വളരെയേറെ വഴിവിട്ട മാർഗത്തിലൂടെ ഇല്ലാത്ത വോട്ടുകൾ ഒരു ഫ്ലാറ്റിൻ്റെ പേര് പറഞ്ഞ് 500ഓളം അല്ലെങ്കിൽ 100ഓളം 100 ചില്ലാൻ ആളുകളെ കുത്തിനിരക്കിക്കൊണ്ട് തൃശ്ശൂർ നമ്മൾക്കറിയാം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് അടക്കം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒട്ടനവധി വോട്ടർ പട്ടിക അണിനിരത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വോട്ടർ പട്ടിക മാത്രമല്ല ആ മെഷീനിൽ പോലും ക്രമക്കേട് വരുത്തിക്കൊണ്ട് അതിന് സാങ്കേതികമായി അവരുടെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനെ വരെ ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പലവട്ടം പറഞ്ഞപ്പോഴും ഒന്നും കേൾക്കാനോ അത് ചെവികൊള്ളുവാനോ ഇവിടുത്തെ നേതൃത്വമോ മറ്റുള്ളവരോ ഒന്നും തയ്യാറാകാത്ത രീതിയിലേക്ക് BJPയുടെ അധികാരത്തിന്റെ ഗർവമായി അവർ നമ്മളെ തമ്മിലടിപ്പിക്കുമ്പോൾ അതിനൊക്കപ്പുറം ഒരു സത്യമുണ്ട് എന്നുള്ള വ്യക്തമായ നിലപാടോടുകൂടി അതിന്റെ തെളിവുകളോടുകൂടി കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു. അപ്പോൾ കോടതി ചോദിച്ചു, എന്തുകൊണ്ട് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നു എന്നൊരു ചോദ്യം കോടതി ചോദിച്ചപ്പോൾ അവിടെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം, അവിടെ ഇതിനു മുമ്പ് നിയമസഭയിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, ഇനിയും പറയുമെന്ന് രാഹുൽ ഗാന്ധി ഉറക്കെ പറയുക മാത്രമല്ല അതിലൂടെ മുന്നോട്ട് വെച്ച ആശയങ്ങളെല്ലാം തെളിവുകളടക്കം അവർ സൈറ്റ് അടക്കം മുക്കിക്കൊണ്ടുപോയ സ്ഥിതിയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ. എന്നിട്ടൊരു നോട്ടീസ് അയച്ചുകൊണ്ട് അവർ തടി തപ്പാനാണ് നോക്കുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയുടെ മാറിൽ 300ഓളം വരുന്ന നമ്മുടെ കോൺഗ്രസിന്റെ MP മാത്രമല്ല മുഴുവൻ 300ഓളം വരുന്ന ഇപ്പോഴുള്ള ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലുള്ള MP നിന്ന് അവിടെ നിന്ന് ശബ്ദമുയർത്തിയതും ഇതിനെതിരെ പോരാടുന്നതും നമ്മുടെ എല്ലാ ഘടകകക്ഷികളെയും പുറത്തിറക്കിക്കൊണ്ടാണ് ആ സമരം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമാൻ കഴിഞ്ഞതിലും കറുകുറ്റിയിലെ യൂത്ത് കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്ത് ശ്രീ ആന്റണി പാലാട്ടിയുടെ നേതൃത്വത്തിൽ ഇത്രമായ ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും കത്തയച്ചുകൊണ്ട് ഇത് ജനാധിപത്യമായി അല്ലെങ്കിൽ ജനാധിപത്യത്തിന് നിരക്കുന്ന രീതിയിൽ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ സമരത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഇത് ഇനിയും നമുക്ക് ഇവിടെ കെട്ടടങ്ങാനുള്ളതല്ല. പ്രത്യേകിച്ച് നമ്മൾ പഞ്ചായത്തിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. അവിടെയൊക്കെ വളരെ ജാഗ്രതയോടെ വോട്ടർ പട്ടിക ഇത് അവരുടെ മാത്രം വരെയല്ല, ഇവിടെയുള്ള മറ്റുള്ള പാർട്ടികൾ പല കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ച് വളരെ ജാഗ്രതയോടുകൂടി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പായാലും ഇവിടെയൊക്കെ നമുക്കൊരു ജാഗ്രത ഉണ്ടാകണം. ആ പാർലമെന്റിലേക്കൊക്കെ പോകുമ്പോഴും ഈ ബൂത്തിലെ വോട്ട് ചേർക്കുന്നവർ തന്നെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി അത്തരം കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് ഇടപെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നല്ലൊരു യോഗം സംഘടിപ്പിച്ച് ഇന്ന് ഈ പ്രതിഷേധ കത്ത് നമുക്ക് ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് അയക്കുന്ന ഈ നടപടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ജയ് ഹിന്ദ്. കേട്ടോ, ഇട്ടോട്ടെ. എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. Yes.